ഹായ്, എല്ലാവർക്കും ആലിസിൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ മീൻ വാങ്ങാനായിട്ട് മീൻകട വരെ പോയായിരുന്നേ. അവിടെ ചെന്നപ്പോഴത്തേക്ക് നെയ്മീൻ്റെ കിങ്ഫിഷിൻ്റെ വലിയ 2 തലയിരിക്കുന്നു. അത് കണ്ടപ്പം കോട്ടയംകാരിയായി എനിക്കത് വിട്ടിട്ട് പോരാൻ തോന്നിയില്ല. നേരെ പൊക്കിയെടുത്തോണെങ്കിൽ പോരുന്നു. ഇന്നത് കറി വെക്കാൻ പ്ലാൻ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്താലോ എന്ന്. വരൂ, നമുക്കത് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ 2 കിങ്ഫിഷിൻ്റെ അതായത് നെയ്മീൻ്റെ തലയാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നൊരു കുറേ വലിയ തലയും ഒന്ന് അതിൽ ഇച്ചിരും കൂടെ ചെറിയ ഒരു മീനിൻ്റെ തലയുമാണ് കിട്ടിയത്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടിക്കഴുകിയെല്ലാം എടുക്കാം. വെട്ടിക്കഴുകിയെല്ലാം എടുത്തു കൊണ്ടുവന്നു. ഇതിൻ്റെ അകത്തെ എല്ലാം വേസ്റ്റെല്ലാം എടുത്ത് കളഞ്ഞു. ഞാനിതിനെ പീസ് ചെയ്യുന്നില്ല, ദശ മാത്രം കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അതിൻ്റെ കണ്ണൊന്നും കളയുന്നില്ല, സ്കിന്ന് പൊളിച്ചിട്ടില്ല. പക്ഷേ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിലും വിനെഗറും ഉപ്പും എല്ലാം ഇട്ട് നന്നായിട്ട് കഴുകി. അകത്തെ കണ്ടോ എല്ലാം പൊളിച്ച് കളഞ്ഞു, നന്നായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ തലയും ഈ മീനും എല്ലാം കൂടി നമുക്ക് കറി വയ്ക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. ബൗളെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ 2 വലിയ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നു. ഇനി എരിവുള്ള മുളക് പൊടി അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് അധികം ഇടാൻ പാടില്ല, കാരണം തലക്കറി ആയതുകൊണ്ട് എരിവ് കൂടിയാൽ കഴിക്കാൻ ഭയങ്കര പാടാണ്. എന്നാൽ കുറച്ച് എരിവ് വേണം. ഞാൻ 1 സ്പൂൺ ഒരു ശകലം കൂടി ഇട്ടു. ഇനി ടെർമറിക് പൗഡർ, മല്ലിപ്പൊടിയാണ്. സാധാരണ മീൻകറിയിൽ ഞങ്ങൾ മല്ലിപ്പൊടി ചേർക്കാറില്ല, പക്ഷെ തലക്കറിയിൽ നമ്മൾ ചേർക്കും. എരിവ് കുറയ്ക്കാനും ചാറിന് കൊഴുപ്പ് കിട്ടാനും ഒക്കെ ആയിട്ടാണ്. ഞാനൊരു ഏറെക്കുറെ ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു ഫ്ലേവർ കിട്ടും മീൻകറിക്ക്, അത് അത്യാവശ്യമാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കാരണം ഈ പൊടികളെല്ലാം കുതിരണം. കുതിർന്ന് നന്നായിട്ട് കൊഴുപ്പ് കിട്ടാനും ഒക്കെ ആയിട്ടാണ്. ഇത് ആയില്ല, കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി ഇളക്കി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുടംപുളിയാണ് ഒരു 3 വലിയ കഷ്ണവും ഒരു ചെറിയ കഷ്ണവും എടുത്ത് നന്നായി തിളപ്പിച്ച് വെള്ളത്തിലിട്ട് ഒരു ജ്യൂസ് പരുവത്തിലാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതാ നോക്കൂ. അതിനെ ഒന്ന് മുറിച്ചിടാം നമുക്ക്. ആ പുളിയെ വെന്ത പുളിയാണ്. ഇനി ഗ്യാസ് കത്തിച്ച് ഗ്യാസിലോട്ട് ഒരു തവ വെക്കുന്നു. തവ മീൻസ് ഒരു പാൻ വെക്കുന്നു. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. മീൻ കറിക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. ഞാൻ മീൻകറിക്ക് കടുക് പൊട്ടിക്കില്ല. അതിൽ ചുമന്നുള്ളി അരിഞ്ഞത് ഒരു 5-6 കഷ്ണം ഇട്ടു. അതൊന്ന് ഇളക്കാം. അതിലോട്ട് വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഒരു കുടം വെളുത്തുള്ളി ഉണ്ടായിരുന്നു. ഇനി ഒരു മീഡിയം കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചതാണ്, അത് ഇട്ട് കൊടുക്കുന്നു. ഇഞ്ചി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് ഒരുവിധം വഴന്നു വന്നപ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. അതെല്ലാം കൂടി നന്നായിട്ടങ്ങ് വഴട്ടെ. അതിലോട്ട് നമ്മൾ കുഴച്ച് വെച്ചിരുന്ന പൊടികളെല്ലാം കൂടി അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് വഴറ്റണം. വഴന്ന് ഇതിൻ്റെ പച്ച ചുവയെല്ലാം മാറി എണ്ണ തെളിഞ്ഞു വരണം. പക്ഷേ ഞാൻ ആ ബൗളിലോട്ട്
കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് വെള്ളം കൂടി കഴുകി ഒഴിച്ചതാണിത്. അത് ഒന്ന് കുറുകി പച്ച ചുവയെല്ലാം മാറി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഇളക്കി കൊടുക്കണം. നമ്മുടെ മസാല നന്നായിട്ട് വറ്റി പച്ച ചുവയെല്ലാം മാറി എണ്ണ തെളിഞ്ഞു വന്നു. ഇനി ആ തിളച്ച വെള്ളത്തിൻ്റെ ബാക്കിയിരിക്കുന്നത് ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നു. അതിലോട്ട് നമുക്ക് ആ പുളി വീഴാതെ ആ ജ്യൂസ് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് ആ ചട്ടിയിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് ഞാൻ കഴുകി എല്ലാം എടുത്ത് വെച്ചിരിക്കുന്ന ചട്ടിയാണ്. അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. അടിയിലോട്ട് കറിവേപ്പിലയുടെ സൈഡിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചിരുന്ന ആ കുടംപുളിയുടെ പീസ് വെച്ച് കൊടുക്കാം. കുറച്ച് ഗ്രേവി അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് ആ മീൻ തല വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കണ്ണും ഒന്നും ഞാൻ കളയാത്തത് കൊണ്ട് ചിലർക്ക് ഇഷ്ടമാകാം, ചിലർക്ക് ഇഷ്ടമാവില്ലായിരിക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഇത് മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തലയുടെ അകത്തുള്ളതെല്ലാം വെള്ളത്തിൽ ചാറിൽ ആയിപ്പോവും. അതുകൊണ്ട് ഇത് വെന്ത് കഴിയുമ്പം ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് മുറിക്കാതെ തന്നെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലോട്ട് നമുക്ക് ആ പീസായിട്ടുള്ള മീനെല്ലാം വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബാക്കി ഗ്രേവി എല്ലായിടത്തും ആകുന്നത് പോലെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ പീസിലോട്ടും അതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി വന്ന ആ പുളിയുടെ പീസും കൂടെ വെച്ച് കൊടുക്കാം. ഈ പുളി നന്നായിട്ട് തിളപ്പിച്ച് വെന്ത് ആ ചാറ് ഒഴിച്ചതായതുകൊണ്ട് ആ ഗ്രേവിക്ക് നല്ല പുളിയുണ്ട്. പിന്നെ ആ പീസും കൂടെ അങ്ങ് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അരപ്പ് ഉലർത്തിയ ആ പാത്രം കഴുകി ആ ചാറും കൂടി ഇതിലൊഴിച്ച് കൊടുക്കണം. ബാക്കി വന്ന കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. അത് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ചട്ടിയിലോട്ട് ബാക്കി വന്ന ആ പാത്രം കഴുകിയ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തു. ഇനി ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ച് അരപ്പെല്ലാം എല്ലായിടത്തും ഒന്നാക്കാം. ഇനി ഗ്യാസ് കത്തിച്ച് അതിലോട്ട് ചട്ടി വെച്ച് കൊടുത്തു. ഒരടപ്പ് കൊണ്ട് മൂടി. നോക്ക്, നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ചു. ഇനി ആ ചട്ടി ഒന്ന് നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കാം. ഇത് സ്പൂണൊന്നും തവിയൊന്നും ഇട്ട് ഇളക്കാൻ പാടില്ല, പൊടിഞ്ഞു പോകും. നമ്മൾ ചട്ടി ചുറ്റിച്ചാണ് കൊടുക്കുന്നത്. സ്പൂൺ കൊണ്ട് എല്ലായിടത്തും അരപ്പ് കോരി ഒഴിച്ചു. നമ്മുടെ മീൻകറി വറ്റി റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് നമുക്കെപ്പോഴും ഈ മുളക് അരച്ച മീൻ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്.
അതൊന്ന് എല്ലായിടത്തും സ്പൂൺ കൊണ്ട് ഒന്ന് ആക്കി കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് വെളിച്ചെണ്ണയുടെ മണമൊന്നും പോകാതെ മൂടി വെച്ചതാണ്. ഒരു ദിവസം നമ്മുടെ മീൻകറി എടുത്തു നോക്ക്. കഷ്ണത്തിലെല്ലാം മീൻ നന്നായിട്ട് ഉപ്പ് വരും പുളിയെല്ലാം പിടിച്ചു. ഞാൻ നല്ല ചൂട് കപ്പ വേവിച്ച് വെച്ചിരുന്നു. ഈ മീൻകറി കണ്ടപ്പോൾ കപ്പ കഴിക്കാതിരിക്കാൻ പറ്റുമോ? ഇനി അതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് ചാറ് ഒഴിച്ചു കൊടുക്കാം. നോക്ക്, നല്ല അടിപൊളി മീൻ കറിയും ചൂട് കപ്പയും. ഇത് മീൻ ചാറിലോട്ടൊന്ന് മുക്കി ഒന്ന് കുഴച്ച്. ഇവിടെ ബാംഗ്ലൂർ കിട്ടിയ കപ്പയാണ്ട് ഇച്ചിരി പശപ്പുണ്ട്. ഹായ്, എത്ര ടേസ്റ്റാണെന്നറിയാവോ. ഇനി ഇച്ചിരി മാംസം അതിൽ നിന്ന് മുറിച്ചെടുത്തു. അതിലിച്ചിരി ചാറ് ഒഴിച്ചു. ഒന്ന് ഇളക്കി കഴിച്ചു നോക്കിയാലോ. ഹായ്, നല്ല സൂപ്പർ ടേസ്റ്റ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ഇനി കാണാം. ബൈ.